നമ്മൾ ഈ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇങ്ങനെ പോകുന്ന മനുഷ്യർക്ക് ഒരു കാലത്ത് നിർബന്ധിതമായിട്ട് നാടുകടത്തപ്പെട്ട അടിമചരിത്രമുള്ള നമ്മുടെ പൂർവികരെ നമുക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും എന്ന് എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ഈ അടിമകളായി പല രീതിയിൽ രണ്ട് ഫേസിലാണ് നമ്മളത് കാണുന്നത്. ഈ ലേബർ ഹിസ്റ്റോറിയന്മാർ നോക്കുന്നത്, ഒന്ന് ഈ നിയമപരമായി ബ്രിട്ടീഷ് പീരീഡിൽ സ്ലേവറി നിരോധിക്കുന്നതിന് മുൻപ് വിദേശ രാജ്യങ്ങളിലേക്ക് നിർബന്ധമായി പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള മനുഷ്യർ, തൊഴിലാളി എന്ന നിലയിൽ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നവരും ഈ സ്ലേവറി നിരോധിച്ചതിന് ശേഷവും നിർബന്ധിതമായി മറ്റ് രാജ്യങ്ങളിലേക്ക് തൊഴിലിന് വേണ്ടി കുടിയേറി, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ സെക്ടറുകളൊക്കെ പോലെ വരുന്നത് ന്യൂ സിസ്റ്റം ഓഫ് സ്ലേവറി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ചിലർ അതിനെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു പോക്ക് കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഒരു 4-5 നൂറ്റാണ്ടായിട്ട് ഈ ഒരു പോക്ക് നമ്മൾ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഒഴുക്ക്, ഒരു മൈഗ്രേഷൻ കാണുന്നുണ്ട്. അവരെ വിറ്റ് കൊണ്ടുപോകുന്നതും അവർ യാതൊരു ഗതിയും ഇല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കാം സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നീട് പോകുന്നു. പിന്നീട് അവരുടെ സ്വന്തം ഇഷ്ടത്താൽ നമ്മുടെ നാട്ടിൽ ഒരു ഗൾഫ് മൈഗ്രേഷനൊക്കെ ശേഷം വരുന്നൊരു രീതി നമ്മൾ കാണുന്നു. ഈ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു, പ്രത്യേകിച്ച് ഈ സ്ലേവറിയുടെയൊക്കെ ഒരു റൂട്ട് അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിലെ തൊഴിൽ ഇടങ്ങൾ തേടി പോകുന്ന അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഫ്രിക്കയുടെയും മൗറീഷ്യസിൻ്റെയും ഇംഗ്ലണ്ടിലുമൊക്കെയാണ് കൂടുതലും ഈ അടിമകളായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നില്ല. സമീപ സമയങ്ങളിൽ ചില പഠനങ്ങൾ നടക്കുന്നുണ്ട്. അവർ ചില തെളിവുകൾ മുൻപോട്ട് വെക്കുന്നു. ഇന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ കൊല്ലത്ത് നിന്നുള്ളവരാണ് എന്നൊക്കെയുള്ള ചില തെളിവുകൾ അല്ലെങ്കിൽ അന്നത്തെ ചില റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ അതിനൊരു അവരെ ഇന്നത്തെ ഒരു ജനറേഷനോട് കണക്ട് ചെയ്യുന്നതിനുള്ളൊരു സാധ്യത നമുക്കില്ല. അതേസമയം ബംഗാളിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാലോ ഒക്കെ അത് അവരുടെ ഒരു ജീനിയോളജി അവർ ട്രേസ് ചെയ്തെടുക്കുകയും ചില ആളുകൾ തമിഴ്നാട്ടിൽ അവരുടെ ഇന്നത്തെ ബന്ധുക്കളെ കണ്ടെത്തുന്നതും അല്ലെങ്കിൽ ബംഗാളിലെ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ പഞ്ചാബിലെ അവരുടെ ബന്ധുക്കളെയൊക്കെ കണ്ടെത്തുന്നത് കാണുന്നു. പക്ഷേ മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. അതേസമയം രണ്ടാമത്തെ ഫേസിൽ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ചില പ്രദേശങ്ങളിലേക്ക് നടക്കുന്ന ഒരു ലേബർ മൈഗ്രേഷൻ, മലബാർ പ്രദേശങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മലപ്പുറം വരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ തൊഴിൽ തേടി പോകുന്നുണ്ട്. അപ്പം അതിനിടയിൽ ചില കണക്ഷൻസൊക്കെ അത് സ്വാഭാവികമായിട്ടൊരു 18-ാം നൂറ്റാണ്ടിന് അവസാനം 19-ാം നൂറ്റാണ്ടിലേക്കായിട്ടാണ് ആ ഒരു മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില സാധ്യതകൾ കാണുന്നുണ്ട്.